നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് മനുഷ്യരുണ്ട്. കുടുംബാംഗങ്ങളാണ്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ്. ആ സൗഹൃദ സ്നേഹബന്ധങ്ങളെ ബലപ്പെടുത്തുക എന്നത് മാത്രമാണ് നമ്മുടെ ജീവിതത്തെ ആത്മീയതയിലും സാമൂഹികമായ ജീവിതത്തിലുമൊക്കെ ശക്തിയുള്ള ഒരു സാഹചര്യത്തിനുള്ള സാധ്യത. ഏറ്റവും പ്രിയപ്പെട്ട ബന്ധങ്ങളെ പ്രാധാന്യത്തോടെ കാണുക, അത് മെച്ചപ്പെടുത്താൻ വളർത്താനുള്ള ശ്രമങ്ങൾ എടുക്കുക, കുടുംബം എടുക്കുക. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളുടെ സന്തോഷം എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നതാണ്. ബോധപൂർവമായ ശ്രമം എടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയാറില്ലേ? ഇതിങ്ങനെ നിന്നോളും, ഇതിങ്ങനെ നടന്നോളും, ഞാൻ എങ്ങനെയൊക്കെ ചെയ്താലും ആ സ്നേഹം ഉണ്ടായിക്കോളും, അവർ എന്നെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് എന്ന മട്ടിലാണ് മിക്കവാറും ആളുകളൊക്കെ ജീവിച്ചു പോകുന്നത്. അത് വാസ്തവമല്ല. നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, നാം സ്നേഹിക്കുന്നില്ലെങ്കിൽ, നാം അർഹമായ ആദരവ് കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ നമുക്കിടയിൽ സ്നേഹം പതുക്കെ തണുത്തു പോകും, കെട്ടുപോകും. ഈ നോമ്പുകാലം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല നമ്മുടെ ബന്ധങ്ങളെ ശക്തമാക്കുക, സുരക്ഷിതമാക്കുക എന്നതാണ്. അലംഭാവത്തോടെ കാണുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, കുടുംബത്തിന് വേണ്ടി അല്പം പോലും സമയം ചെലവഴിക്കാതെ മറ്റനേകം കാര്യങ്ങളിൽ വ്യാപരിച്ചു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സമയക്രമത്തിൽ കുടുംബത്തിന് എന്തുമാത്രം സ്ഥാനമുണ്ട് എന്ന് പരിശോധിക്കുകയാണ്. ഈശോ കുരിശിൽ മരിക്കുന്ന സമയത്ത് പോലും അമ്മയെ ഓർമ്മിക്കുന്നു. എന്തൊരു മനോഹരമായ ഓർമ്മപ്പെടുത്തലാണത്. കഠിനവേദന കൊണ്ട് ശരീരം പൊളയുമ്പോഴും അവൻ തൻ്റെ അമ്മയെ ഓർമ്മിക്കും, ശിഷ്യന് അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധത്തെ എത്ര പ്രാധാന്യത്തോടെയാണ് ഈശോ കാണുന്നത് എന്നുകൂടി ധ്യാനിക്കണം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര ബഹുമാനത്തോടെയാണ് കാണുന്നത്. കുടുംബത്തിലൊക്കെ പലപ്പോഴും നാം കാണുന്ന കേൾക്കുന്ന ഉദാഹരണങ്ങൾ അത്ര നല്ലതല്ല. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും കോപിക്കുകയും ഒക്കെ ചെയ്യുന്നു. സ്നേഹമുള്ളവരോട് ദേഷ്യപ്പെടാൻ പറ്റും, അത് വാസ്തവമാണ്. പക്ഷെ നിരന്തരം ദേഷ്യപ്പെടുകയും ആ സ്നേഹം പ്രകടമാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ബന്ധം എങ്ങനെയാണ് ശക്തമായി നിലനിൽക്കുക?